നമസ്കാരം. എല്ലാ ജനം ടി വി പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ വിഷു ആശംസകൾ നേരുന്നു. ഒപ്പം തന്നെ ഇന്ന് ഈ വിഷു ദിനത്തിൽ ഇവിടെ വന്നിരിക്കുന്ന രണ്ട് അതിഥികൾ, അതെ, മലയാളികൾ ഒരുപാട് കാത്തിരുന്ന ഒരു ടീം, അങ്ങനെ തന്നെ പറയണം. അതൊരു ബ്രാൻഡാണ്. ആ ഒരു എൻറ്റയർ ടീം വരുമ്പോഴേ അത് കംപ്ലീറ്റ് കളർഫുൾ ആവുള്ളൂ. ആ ടീമിൻ്റെ രണ്ട് ശില്പികളാണ് എൻ്റെ മുമ്പിൽ ഇവിടെ ഇരിക്കുന്നത്. ഇപ്പോൾ തിയേറ്ററിൽ റിലീസായിട്ടുള്ള വർഷങ്ങൾക്ക് ശേഷം എന്ന ചിത്രത്തിൻ്റെ രണ്ട് ശില്പികൾ. അതെ, സ്വാഗതം ചെയ്യാം. വിനീത് ശ്രീനിവാസൻ ആൻഡ് വിശാഖ് സുബ്രഹ്മണ്യം, സ്വാഗതം. ഓക്കെ, ഇപ്പോൾ തിയേറ്ററിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ സിനിമ. എങ്ങനെയുണ്ട് ചേട്ടാ റെസ്പോൺസ് ഒക്കെ? നമുക്ക് തീർച്ചയായിട്ടും ഒരുപാട് സന്തോഷമുണ്ട്. നമ്മൾ വിചാരിച്ച രീതിയിലുള്ള ഒരു രീതിയിൽ സിനിമ വന്നു എന്നുള്ളപ്പോൾ എനിക്ക് കൂടുതൽ ആൾക്കാരെ കാണട്ടെ എന്നുള്ള ദിവസം. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ വർഷങ്ങൾക്ക് ശേഷം എന്ന് പറഞ്ഞു. ഇതിപ്പം ഈ ഒരു ടീമിൻ്റെ ഒരു കടന്നു വരവ് 2 വർഷങ്ങൾക്ക് ശേഷമാണ് അല്ലേ? ഹൃദയത്തിന് ശേഷം 2 വർഷങ്ങൾക്ക് ശേഷമാണ് നമ്മുടെ ഈ ഒരു മൂവി വരുന്നത്. അപ്പം ഈ 2 വർഷങ്ങളിൽ തീർച്ചയായിട്ടും ഇഷ്യൂ വന്നിട്ടുണ്ടാവുമല്ലോ. അപ്പം ഈ ഒരു മൂവിയെ റിലേറ്റ് ചെയ്തിട്ട് എന്തെങ്കിലും ഒരു മെമ്മറി, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പ്രണവിനോട് സ്റ്റോറി പറഞ്ഞതോ അല്ലെങ്കിൽ ഈ മൂവിയെ ബേസ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും ഒരു മെമ്മറി, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഇതിൻ്റെ ഇപ്പോൾ അപ്പുവിൻ്റെ അടുത്ത് ഞാൻ ഇതിൻ്റെ സ്ക്രിപ്റ്റ് പറയുന്നത് കഴിഞ്ഞ വർഷമാണ്. കഴിഞ്ഞ വർഷം നറേറ്റ് ചെയ്ത് അതിൻ്റെ ഒരു ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞപ്പോൾ തന്നെ അപ്പുവിന് ഭയങ്കര ഇഷ്ടമായി എന്നാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഉടനെ എൻ്റെ അടുത്ത് ചോദിച്ചു, ഞാൻ എപ്പോൾ തൊട്ടാ പ്രിപ്പറേഷൻ തുടങ്ങേണ്ടതെന്ന് ചോദിച്ചു. അപ്പോൾ മുഴുവൻ സിനിമ കഴിയുന്നതിന് മുമ്പ് തന്നെ ആൾ ചെയ്യണം എന്നുള്ളൊരു മൈൻഡ് സെറ്റിലായിരുന്നു ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞപ്പോൾ തന്നെ. അപ്പം തൊട്ട് ഒരു ഭയങ്കര രസകരമായിട്ടാണ് ഇതിൻ്റെ ഒരു ഫുൾ പ്രോസസ്സ് പോയിട്ടുള്ളത്. നമ്മുടെ ഒരു പ്രീ പ്രൊഡക്ഷൻ ഒരു 5-6 മാസം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് എലാബറേറ്റ് ആയിട്ടൊരു പ്രീ പ്രൊഡക്ഷൻ നടക്കുന്നത് എനിക്ക് തോന്നുന്നു ഈ സിനിമയ്ക്കാണ്. ഇത്രയും വൈഡായിട്ട് അത്രയധികം ലൊക്കേഷൻസ് നോക്കി, പിന്നെ സെലക്ട് ചെയ്ത്, പിന്നെ എവിടെയൊക്കെ എന്തൊക്കെ സെറ്റ് വർക്കുകൾ നടത്തണം. പിന്നെ 70 ആണല്ലോ നമ്മൾ, 70s ആണല്ലോ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഫുൾ പ്രോസസ്സ് നമുക്ക് ഭയങ്കര പുതിയതായിരുന്നു. നമ്മൾ പഴയ സ്ഥലമാണ് ക്രിയേറ്റ് ചെയ്യുന്നതെങ്കിലും നമുക്കതൊരു ഭയങ്കര പുതിയ എക്സ്പീരിയൻസ് ആയിരുന്നു. ഒരുപാട് പഠിച്ചു ശരിക്കും. അപ്പോൾ എല്ലാവരും ഈ 70s തുടങ്ങി പ്രസൻറ്റ് വരയ്ക്കും ഉള്ള സ്റ്റോറിയാണ് നമ്മളിപ്പോൾ പോകുന്നത്. അതിൻ്റെ ഒരു കളർഫുൾ ഒരു മോഡ് അല്ലെങ്കിൽ ആ ഒരു രീതിയിലേക്കായിരിക്കും ഒരുപാട് പേര് അതിനെക്കുറിച്ച് ഇപ്പോൾ വിനീതേട്ടനോടായാലും പ്രൊഡ്യൂസർ സംസാരിച്ചിട്ടുണ്ടാവുക. പക്ഷേ എനിക്കറിയേണ്ടത് എന്തൊക്കെ ഡിഫിക്കൽട്ടീസാണ് ഈ കാലഘട്ടങ്ങളിൽ ചേഞ്ച് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന. ഡെഫിനറ്റായിട്ടും ഉണ്ടാവും. അപ്പോൾ അങ്ങനെ എന്തൊക്കെ ഡിഫിക്കൽട്ടീസാണ് ഈ ഒരു കാലഘട്ടങ്ങൾ ഇങ്ങനെ ചേഞ്ച് ചെയ്ത് ഈ പ്രസൻറ്റ് വരേക്കും ഈ ഒരു മൂവിനെ കൊണ്ടെത്തിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ നേരിട്ടത് എന്നുള്ളത് നമുക്കൊന്ന് അറിയാൻ ആഗ്രഹമുണ്ട്. ആ കളർഫുൾ ഇതിൽ അതായിരിക്കും. ഇല്ല, ഫസ്റ്റ് നമ്മുടെ സ്റ്റോറി സ്ക്രിപ്റ്റ് എല്ലാം കേട്ടപ്പം ആദ്യം സ്റ്റോറിയാണ് കേട്ടത്. എന്ന് വെച്ചാൽ നമുക്ക് ഔട്ട്ലൈൻ കേട്ടപ്പം ഇത് അന്ന് നമ്മൾ സബ്ജക്റ്റിലാണല്ലോ ഇത് മൊത്തം കേൾക്കണത്. അപ്പോൾ അത് മൊത്തം ഒരു ഭയങ്കര ഇഷ്ടപ്പെട്ടാണ് കേട്ടത്. പിന്നെ ഇതിൻ്റെ ഡീറ്റെയിലിംഗ് വരും. അപ്പോൾ ഡീറ്റെയിലിംഗ് വരുമ്പോഴാണ് ഒരു മൊത്തത്തിൽ ഒരു ഞെട്ടലോടെ ഞാൻ ഇരുന്നത്, കാലഘട്ടത്തിൻ്റെ കുറിച്ചും കാര്യങ്ങളും. ബിക്കോസ് നമ്മൾ ഇപ്പോൾ പഴയ മെഡ്രാസ് എന്ന് പറഞ്ഞാൽ ചെന്നൈയിൽ എവിടെയില്ല. കാരണം അവിടെയൊക്കെ മാറി, ലോഡ്ജസ് ഒന്നുമില്ല. അപ്പം ഇവിടെ നമ്മൾ കുറേ ലൊക്കേഷൻസിൽ പോയി ലൊക്കേഷൻ ഹണ്ടും ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ എവിടെയില്ലെന്ന് വെച്ചിട്ട് നമ്മളെല്ലാം ഇത് റീക്രിയേറ്റ് ചെയ്യേണ്ടി വന്നു. അപ്പോൾ ഇതേപോലെ ഒരു വലിയ സ്ട്രീറ്റും ചെയ്യേണ്ടി വന്നു. ഇതേപോലെ അവിടെ തന്നെ ഒരു 10-12 ഷോപ്സ് ചെയ്യേണ്ടി വന്നു. പിന്നെ ഒരു സ്റ്റുഡിയോ ചെയ്യേണ്ടി വന്നു. കോയമ്പത്തൂരിലൊരു തിയേറ്റേഴ്സിൻ്റെ വേറെ എക്സ്റ്റീരിയർ കാര്യങ്ങൾ. അപ്പം കുറേ സ്വാമീസ് ലോഡ്ജ്. അപ്പോൾ ഡീറ്റെയിലിംഗ് ഭയങ്കര കൂടുതലുള്ളൊരു മൂവിയായിരുന്നു. അപ്പം ഒരു ദിവസം ഞാനിത് പോയിട്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരുന്ന ദിവസം ഇത് ഞാൻ ചെയ്ത ശരിയാവോ എന്ന് പോലും ഒരു പോയിന്റില്ല. കാരണം അത്രയും ഡീറ്റെയിലിംഗ് ഉണ്ട് മൊത്തത്തിൽ. പിന്നെ ഞാൻ ട്രയലത്തെല്ലാം പൂട്ടി വെച്ച് ഞാൻ ഇതിനു വേണ്ടി വന്നിവിടെ ഒരു 4 മാസം ഒരു ടീം ഫോം ചെയ്ത് കറക്റ്റ് ഒരു പ്ലാനിങ് ആയിട്ട്. ഇപ്പോൾ വിനീതും ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ലൊക്കേഷൻ കാര്യങ്ങളെല്ലാം ഫിക്സ് ചെയ്ത് പിന്നെ മനസ്സിലായി ഇത് പ്ലാൻ ചെയ്ത് പോയില്ലെങ്കിൽ നമുക്കിത് എവിടെ വേണമെങ്കിലും പോയി നിൽക്കും, കോസ്റ്റ് വൈസും നമ്പർ ഓഫ് ഡേയ്സും. പിന്നെ അത് കറക്റ്റ് ഒരു ടീം വന്നിട്ട് ഇത് ചാർട്ട് ചെയ്തുകൊണ്ടാണ് ഇത് കറക്റ്റ് സമയത്ത് തീർന്നതും. പിന്നെ വലിയൊരു ബഡ്ജറ്റ് ഓവർഷൂട്ട് ആവാത്തത് ഒരു ബഡ്ജറ്റായി, പക്ഷെ ബിയോണ്ട് ബഡ്ജറ്റ് പോയിട്ടില്ല. അതിന്റെ മെയിൻ റീസൺ നമ്മുടെ ഇതിന്റെ ഫുൾ ടീം. എന്നാലും ആ ഒരു ക്യാപ്റ്റൻ കംപ്ലീറ്റ്ലി എല്ലാ രീതിയിലും എന്താ പറയുക,
ഉത്തരവാദിത്വത്തിൽ ആ ഒരു കറക്റ്റായിട്ട് നിൽക്കുമ്പോൾ തീർച്ചയായിട്ടും അവർ ഒരു എൻറ്റയർ ടീമിന് team അത് ഒരു എനർജി ചെയ്തല്ലേ അതങ്ങനെ തന്നെ നിൽക്കും അല്ലേ? നമുക്ക് എല്ലാവർക്കും ആ ഒരു ഒറ്റ ഗോളേ ഉണ്ടായിരുന്നുള്ളൂ, ഈ സിനിമ നമ്മൾ വിചാരിച്ച പോലെ ചെയ്യുക, ബട്ട് അറ്റ് ദ സെയിം ടൈം നമുക്ക് കൺട്രോൾഡ് ആയിട്ട് നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്ത ബഡ്ജറ്റിൽ തന്നെ ഇത് തീർക്കുക. അത് നടന്നു. ധ്യാൻ ചേട്ടനെ നമ്മളെല്ലാവരും ഇങ്ങനെ ഇൻ്റർവ്യൂസിലൂടെ ഇങ്ങനെ കണ്ട് ഇൻ്റർവ്യൂ സ്റ്റാർ എന്നൊക്കെയാണ് പുള്ളിക്കാരനെ വിളിക്കുന്നത്. യൂട്യൂബ് സ്റ്റാർ. ഓക്കെ, അപ്പം ധ്യാൻ ചേട്ടൻ ബേസിക്കലി ഒരു ഫുഡിയാണെന്നാണ് തോന്നുന്നത്. ഒരു ഫുഡിയായ എനിക്ക് ധ്യാൻ ചേട്ടൻ്റെ ഇപ്പോഴത്തെ ഈ ഒരു മേക്ക് ഓവറിൻ്റെ വേദന ശരിക്കും നന്നായിട്ട് മനസ്സിലാവും. ആക്ച്വലി ഞാനും അത് ഏറെക്കുറെയൊക്കെ അനുഭവിക്കാറുള്ളതാണ് ചില സമയങ്ങളിൽ നമുക്ക് ഈ ഒരു ബോഡി കോൺഷ്യസ് ആവുന്ന ടൈമിൽ. അപ്പോൾ ധ്യാൻ ചേട്ടനോട് ആദ്യം ഇത് പറഞ്ഞ സമയത്ത് പുള്ളീൻ്റെ ഒരു റെസ്പോൺസ് എങ്ങനെയായിരുന്നു? അല്ല, ധ്യാന് പറഞ്ഞപ്പോൾ തന്നെ അത് ഞാൻ കുറച്ചോളാന്ന് പറഞ്ഞു, ഭയങ്കര കോൺഫിഡൻ്റ് ആയിട്ടാണ് പറഞ്ഞത്. പക്ഷേ പിന്നെ എന്തായിന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ വിചാരിച്ച സ്പീഡിൽ ഇത് നടക്കുന്നുണ്ടായിരുന്നില്ല. അതിൻ്റെ മെയിൻ കാര്യം എന്ന് പറയുന്നത് ഷൂട്ട് കണ്ടിന്യൂസ് ആയിട്ട് നടക്കുമ്പോൾ വർക്കൗട്ട് എക്സസൈസ് പല സമയത്ത് മിസ്സാവും. പിന്നെ ഫുഡ് ഇഷ്ടമുള്ള ആളാണല്ലോ, ഒറ്റയടിക്ക് അങ്ങനെ ഫുഡ് കുറയ്ക്കാൻ പറ്റൂലല്ലോ. പക്ഷേ അവസാനത്തെ 2 മാസം, അതിൽ എസ്പെഷ്യലി ലാസ്റ്റ് മന്ത് നല്ല സ്ട്രെയിൻ എടുത്ത് എക്സസൈസും ഫുഡൊക്കെ പിടിച്ച് അങ്ങനെ കുറച്ച് കൊണ്ടുവന്നു. ഒരു ഫുഡിയുടെ രോദനം. അല്ല, അത് പടത്തിന് വേണ്ടി നമ്മൾ ചെയ്യണമല്ലോ. അല്ല, ഫൈനൽ ഔട്ട്പുട്ട് കാണുമ്പോൾ എന്തായാലും തീർച്ചയായിട്ടും ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവും. ഓഫ് കോഴ്സ് നമ്മൾ വരുമ്പോൾ പ്രണവിലേക്ക് വരുമ്പോൾ ഈ സ്റ്റോറി കേട്ടു എന്ന് പറഞ്ഞു. അപ്പം ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട്, കാരണം പ്രണവിനെ നമുക്കൊരു ഇൻ്റർവ്യൂസിലൊന്നും നമുക്ക് കിട്ടില്ല. സോ നിങ്ങളിലൊക്കെ പറഞ്ഞുള്ള അറിവുകളാണ് നമുക്ക് ഉള്ളത്. അപ്പം പുള്ളി ഇങ്ങനെ ഓരോ ഫിലിമിന് വേണ്ടിയിട്ട് പുതിയ കാര്യങ്ങൾ പഠിക്കുക അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇതിനകത്ത് എന്തെങ്കിലും പ്രത്യേകമായിട്ടുള്ള ഒരു ട്രെയിനിങ്ങോ ലൈക്ക് കുറേ ലേയേഴ്സ് ഉള്ള ഈ ഒരു ക്യാരക്ടർ എടുക്കാൻ വേണ്ടി പുള്ളി കുറച്ച് എന്തെങ്കിലും ലൈക്ക് ട്രെയിനിങ് അങ്ങനെ എന്തെങ്കിലും കൈൻഡ് ഓഫ് സ്ക്രിപ്റ്റ് ഫുള്ള് പഠിച്ച് അത് വായിച്ച് പഠിച്ച് ഫുൾ തറവായിട്ടാണ് സെറ്റിലേക്ക് അപ്പു വരുന്നത്. പിന്നെ ഇതിൽ അപ്പു ചെയ്യുന്ന ക്യാരക്ടർ ഇപ്പോൾ സിനിമ കാണുമ്പോൾ മനസ്സിലാവും, ആ ക്യാരക്ടറിനൊരു സ്കില്ലുണ്ട്. ആ സ്കില്ല് പ്രാക്ടീസ് ചെയ്താലേ അത് പെർഫെക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതൊരു 3-4 മന്ത്സ് ഒരു പ്രാക്ടീസ് ചെയ്ത് അങ്ങനെ ആണ് അത് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു പ്രിപ്പറേഷൻ ഉണ്ടായിരുന്നു. അതുകൂടാതെ ഇതാണ് മെയിനായിട്ട് സ്ക്രിപ്റ്റ് കാണാപ്പാടമാണ് ആൾക്ക്. അപ്പം നമുക്ക് ഏത് സീൻ ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അങ്ങനെ കൺഫ്യൂഷൻസ് ഒന്നുമില്ല. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ എനിക്കൊരു ക്യൂരിയോസിറ്റി, ഈ മധുപകരു എന്നുള്ള സോങ്ങിൻ്റെ ഇടയ്ക്ക് നമ്മൾ കമ്മിങ് ടു നമ്മുടെ മ്യൂസിക് ഡയറക്ടറിലേക്ക് വരാണ്. വിനീതേട്ടൻ ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്കായിട്ട് മൂവിയിൽ ആ സോങ്ങിൽ പ്രണവിന് ഇങ്ങനെ ഒരാളൊരു ഗ്ലാസ് കൊണ്ട് കൊടുക്കുന്നുണ്ട്. ആ ഒരു ടൈമിൽ ഒരൊറ്റ ലൈന് ഒരൊറ്റ ഒരു അത് പാടിക്കുന്നത് നമ്മുടെ മ്യൂസിക് ഡയറക്ടറാണോ എന്ന് എൻ്റെ ഒരു ക്യൂരിയോസിറ്റി. മ്യൂസിക് ഡയറക്ടറല്ല, അത് കോറസ് പാടാൻ വേണ്ടിയിട്ട് ഒരു ഗ്രൂപ്പ് വന്നിരുന്നു. അതിൽ നമ്മൾ ഓരോരുത്തരും ഇൻഡിവിജ്വലി പാടിച്ചപ്പോൾ ഒരാളുടെ വോയിസ് നമുക്ക് ആ ക്യാരക്ടറിന് നല്ല ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും തോന്നി. അപ്പോൾ പുള്ളീനെ സ്ട്രെയിറ്റ് അവേ റെക്കോർഡ് ചെയ്തതാണ്. ഓക്കെ, അപ്പോൾ എന്തുകൊണ്ടാണ് അമൃത്തിൻ്റെ പാട്ടുകൾ കേട്ടിട്ട് തന്നെയാണ്. ഒരു ദിവസം ഞങ്ങൾ മീറ്റ് ചെയ്തപ്പോൾ അവൻ കമ്പോസ് ചെയ്തിട്ടുള്ള കുറേ പാട്ടുകൾ എന്നെ ഇങ്ങനെ കേൾപ്പിച്ചപ്പോൾ നമ്മുടെ സിനിമയുടെ മൂഡിന് കറക്റ്റ് ആയിരിക്കും എന്ന് എനിക്ക് ഫീൽ ചെയ്തു. അങ്ങനെയാണ് ഞാൻ ചോദിച്ചത് മ്യൂസിക്. അപ്പോൾ അമൃത് ആസ് എ സിംഗർ ഞാനിങ്ങനെ നിങ്ങളുടെ ഒരു എന്താ പറയുക ഒരു മുഖാമുഖം കണ്ടിട്ടുണ്ടായിരുന്നു, ലൈക്ക് ഒരു ഇൻ്റർവ്യൂ പോലെ ജസ്റ്റ് ഒരു അതിൽ ഇങ്ങനെ പറയുന്നുണ്ട് അമൃത് ഒരു സിംഗറായിട്ടല്ലേ യുവർ വൈഫ് പറയുന്നുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് പാടാൻ വേണ്ടിയിട്ടുള്ള ആഗ്രഹം കൊണ്ടാണ് വന്നതെന്ന് എനിക്കറിയില്ല. എന്നെ പാട്ടുകൾ കേൾപ്പിച്ചപ്പോൾ ഞാൻ വിചാരിക്കുന്ന അമൃത് കമ്പോസ് ചെയ്ത പാട്ട് തന്നെയാണ്. അപ്പോൾ മ്യൂസിക് കമ്പോസർ ആവാൻ ആഗ്രഹിച്ച് വന്നതാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ അമൃത് പോയി കഴിഞ്ഞപ്പോൾ ഇയാൾ ചെയ്താൽ ചിലപ്പോൾ രസം ഉണ്ടാവുമല്ലോ എന്നുള്ള ഒരു തോട്ട് വന്ന് അങ്ങനെയാണ് ഞാനത് എനിക്ക് സിംഗറാണ് എന്ന് മനസ്സിലായിരുന്നെങ്കിൽ ചിലപ്പോൾ ഞാൻ ഈ ഡയറക്ഷനിൽ ആലോചിക്കുകയില്ലായിരുന്നു. അപ്പോൾ എനിക്കത് ആ സമയത്ത് മനസ്സിലാവാത്തതുകൊണ്ട് ഞാൻ ഈ രീതിയിൽ ആലോചിച്ചു. ഇനി ഞാൻ നേരെ വരുന്ന ഷാൻ ചേട്ടനിലേക്കാണ്. ഷാൻ ചേട്ടൻ എനിക്ക് തോന്നുന്നത് കുറേ നാളുകളായിട്ട് ഓരോ ഫിലിമിൻ്റെ കൂടെയും വിനീതേട്ടൻ്റെ കൂടെ ഉണ്ടായിരുന്നു. പക്ഷേ നിങ്ങളുടെ ഒരുമിച്ചുള്ള ഒരു മൂവി പ്രേക്ഷകരിലേക്ക് എത്തുന്നത് കുറേ വർഷങ്ങൾക്ക് ശേഷം ഈ മൂവിയാണ്, അതും ആസ് ആൻ ആക്ടർ. എന്നാലും ഷാൻ ചേട്ടനോട് ഈ ക്യാരക്ടറിനെ കുറിച്ച് പറയുമ്പോൾ എങ്ങനെയായിരുന്നു ആ ഒരു ഓക്കെ ഇങ്ങനൊരു ക്യാരക്ടർ ഉണ്ടെന്നുള്ള രീതിയിൽ പറയുന്ന ആ ഒരു സിറ്റുവേഷൻ? ഷാൻ്റെ അടുത്ത് ഞാൻ വിളിച്ച് ചോദിച്ചു, ഇങ്ങനൊരു സംഭവം ഞാൻ ആലോചിക്കുന്നുണ്ട്. അപ്പോൾ എന്നോട് ചോദിച്ചു എന്താ സംഭവം എന്ന് ചോദിച്ചു. അപ്പോൾ
നേരിട്ട് വന്ന് പറയാമെന്ന് പറഞ്ഞു. ചെന്ന് ഫുൾ നറേറ്റ് ചെയ്ത് കേട്ട് കഴിഞ്ഞപ്പോൾ അവൻ കുറേ ചിരിച്ചു. പറയുന്നതിൻ്റെ ഇടയിൽ അവൻ കുറേ ചിരിച്ചു. അത് കഴിഞ്ഞിട്ട് എന്നോട് ചോദിച്ചു, എന്നെ എന്തിനാ ഇതിൽ കാസ്റ്റ് ചെയ്തതെന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, ഇത് അഭിനയിക്കാൻ ഇന്ത്യയിൽ വേറെ ആരുണ്ട് എന്ന് ചോദിച്ചു. അതോടുകൂടി പുള്ളി ഫ്ലാറ്റ്. ശരിയാന്ന് പറഞ്ഞത്. ഓക്കെ. പക്ഷെ ഞാൻ എവിടെയോ ഇങ്ങനെ കേട്ടു പുള്ളിയുടെ വൈഫ് കുറച്ചൊന്ന് അംഗീകരിക്കാൻ വേണ്ടിയിട്ട് ഒരു ഇച്ചിരി പ്രയാസം ഉണ്ടായിരുന്നു. അല്ല, സായിക്ക് ചെറിയ ടെൻഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ സായിയുടെ അടുത്ത് ഞാൻ പറഞ്ഞു, സായി ഒരു ടെൻഷനും അടിക്കണ്ട, ഇതവൻ ഗംഭീരമായിട്ട് ചെയ്യും, ഇതിന് അവനെ മാത്രമേ എനിക്ക് മനസ്സിൽ കാണുന്നുള്ളൂ, അപ്പോൾ സായി എൻ്റെ കൂടെ നിൽക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ വിനീത് പറഞ്ഞു ഞാൻ ഓക്കെ ആണെന്ന് പറഞ്ഞിട്ട് വിട്ടു. ആദ്യത്തെ ഹൃദയം മൂവിയുടെ പാക്കപ്പ് കഴിഞ്ഞിട്ട് ഇങ്ങനെ പ്രണവ് വന്നിട്ട് വിനീതനെ ഹഗ് ചെയ്തിട്ട് അടുത്തൊരു മൂവി കൂടി ഒരുമിച്ച് ചെയ്യണം എന്ന് പറഞ്ഞു. ഞാൻ കേട്ടതാണ് ഇങ്ങനെ. അതിനുശേഷം ഇപ്പം ഈ മൂവിൻ്റെ, അതായത് വർഷങ്ങൾക്ക് ശേഷത്തിൻ്റെ പാക്കപ്പിന് ശേഷവും പ്രണവ് ഇങ്ങനെ വന്ന് പറഞ്ഞു. അപ്പം ഇനി വരാൻ പോകുന്ന മൂവി ഒരു ഡയറക്ഷൻ ആയിരിക്കും, അതോ നിങ്ങൾ രണ്ടുപേരും കൂടെ ഉള്ള ഒരു സ്ക്രീൻ സ്പേസ് ഞങ്ങൾ ഓഡിയൻസിന് കാണാൻ പറ്റുമോ? അങ്ങനെയൊന്നും അറിയില്ല. ഇതൊന്നും നമുക്ക് അങ്ങനെ ഒരുപാട് ഫോർവേഡായിട്ട് പ്ലാൻ ചെയ്യാനും പറ്റില്ലല്ലോ. ഇപ്പോൾ നമ്മളെല്ലാവരും വർഷങ്ങൾക്ക് ശേഷത്തിൽ നിൽക്കുകയാണ്. സ്റ്റിൽ നമ്മൾ ഈ സിനിമ എന്താ പറയുക, ഇതിൻ്റെ ഒരു കംപ്ലീറ്റ് തിയേറ്റർ റണ്ണ് കഴിഞ്ഞ് ഇത് OTTയിലേക്ക് എത്തുന്നത് വരെ നമ്മൾ ഈ സിനിമയുടെ കൂടെ തന്നെയാണ്. അതിനുശേഷം നോക്കാം. പക്ഷേ എൻ്റെ ഒരു ആഗ്രഹമാണ്, എനിക്ക് ആദ്യം മുതലേ മനസ്സിൽ തോന്നിയ ഒരു ആഗ്രഹമാണ് പറയുന്നത്. കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരിക്കും, ക്ലീശയാണെന്ന് തോന്നിയാലും ക്ഷമിക്കുക. ബട്ട് സ്റ്റിൽ ദാസൻ വിജയൻ, ഈ രണ്ട് എപ്പിക് ക്യാരക്ടേഴ്സ് നിങ്ങളിലൂടെ ഒരു ജൂനിയർ ദാസൻ ജൂനിയർ വിജയൻ എന്നുള്ള രീതിയിൽ ഒന്ന് റീക്രിയേറ്റ് ചെയ്ത് കാണണം എന്നുള്ള ഒരാഗ്രഹം എവിടെയൊക്കെയോ ഉണ്ട്. എന്നെപ്പോലെ തന്നെ ആ ഒരു ക്യാരക്ടേഴ്സിൻ്റെ എന്താ പറയുക ഒരുപാട് ഫാൻ ബേസ് ഉള്ള അത്രയും എപ്പിക്കായിട്ടുള്ള രണ്ട് ലെജൻസ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരക്ടേഴ്സാണ്. അപ്പം അതിനെ ആ ഒരു രീതിയിലേക്ക് കൊണ്ടുവരാനായിട്ട് അവർ ചെയ്തൊന്നും നമുക്ക് ആർക്കും അങ്ങനെ ചെയ്യാൻ പറ്റില്ല, അത് റെപ്ലിക്കേറ്റ് ചെയ്യാനും പറ്റില്ല. നമ്മൾ പുതിയതായിട്ട് എന്തെങ്കിലും ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതേ ഉള്ളൂ. അത് ഈ പറഞ്ഞ പോലെ നടക്കട്ടെ, അങ്ങനെയൊക്കെ നടന്നു കഴിഞ്ഞാൽ നല്ലതാണ്. ഓക്കെ. ഡയറക്ടർ എപ്പോഴും കൂളായതുകൊണ്ട് പ്രൊഡ്യൂസർ കൂളാണോ? ഓൾവേസ് സെറ്റിൽ കൂളായിരുന്നോ? ഞാൻ അങ്ങനെ എല്ലായിടത്തും കൂളാകാൻ പറ്റത്തില്ല. കൂളായി ചിലപ്പോൾ പറ്റിച്ചിട്ട് പോകും. അതുകൊണ്ട് ഞാൻ ആവശ്യമുള്ളിടത്ത് കൂളാവും. ഇപ്പോൾ എനിക്ക് വർക്കൗട്ട് ആവാത്ത കാര്യങ്ങളൊക്കെ ഞാൻ മുഖത്തോക്കി പറയുകയും ചെയ്യും. കാരണം അങ്ങനെ പ്രൊഡക്ട്സ് നമ്മുടെ ആ ഒരു ഫീൽഡിൽ അങ്ങനെ നടക്കത്തുള്ളൂ മൊത്തത്തിൽ. ബട്ട് ബേസിക്കലി സാവധാനമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കാൻ ആദ്യം നോക്കും. ഓക്കെ. ഇതിലൊരു കാളവണ്ടിയുടെ ഒക്കെ സീക്വൻസ് ഉണ്ടല്ലോ. കാളവണ്ടിയൊക്കെ കുറെ പറഞ്ഞു ഞങ്ങള്. കാളവണ്ടി മാത്രമല്ല, ഒരുപാട് വണ്ടികളുണ്ട്. ആട്, കോഴി ശരിക്കുള്ള വണ്ടി. അപ്പൊ ഞങ്ങളുടെ ഒരു സ്ട്രീറ്റിൽ ഒരു ദിവസം നമ്മള് നോക്കിയപ്പോ മനുഷ്യര് മറ്റേ ഈ കാളവണ്ടി കൊണ്ട് പാർക്കിംഗ് സൈഡിൽ നിന്നുള്ള കാളവണ്ടി പാർക്ക് ചെയ്തു. എല്ലാത്തിനും സ്ഥലം ഉണ്ടായിരുന്നു. ഒരു ദിവസം വന്നപ്പോ ഇതായിരുന്നു മൊത്തം സെറ്റിൽ. സൈക്കിൾ റിക്ഷ, അന്നത്തെ കാലത്ത് അതൊക്കെ ഒരു സൈഡ് സിനിമയുടെ ഉള്ള വെഹിക്കിൾസ് അല്ല, ഒരു സൈഡ് നോക്കുമ്പോ കാരവാനും ബസ്സും അതും. ഇത് എവിടെയാണോ പോയി നിൽക്കണത്? സെറ്റിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ പ്രസന്റും സെറ്റിലേക്ക് കയറി കഴിഞ്ഞാൽ 70-ആണ്. അതെ. പക്ഷെ അതൊരു ഭയങ്കര ഒരു അനുഭവമല്ലേ? അല്ലെ, തീർച്ചയായും നമ്മൾ റീക്രിയേറ്റ് ചെയ്യുമ്പോൾ ഇല്ലാത്തൊരു സാധനം ക്രിയേറ്റ് ചെയ്ത് അത് എക്സിസ്റ്റ് ചെയ്യുന്നു ബിലീവ് ചെയ്ത് അതിനകത്ത് ആർട്ടിസ്റ്റിനെ വിട്ട് അവിടെ ഇത് ക്യാപ്ചർ ചെയ്ത് ഇത് കട്ട് ചെയ്ത് കാണുമ്പോൾ നമുക്ക് ഭയങ്കര റിയൽ ആയിട്ട് തോന്നുമ്പോൾ കൊള്ളാലും തോന്നും. ഓക്കെ. അപ്പോൾ നമുക്ക് സ്വാമീസ് ലോഡ്ജിലേക്ക് വരാം. 9-ാം നമ്പർ മുറി, അത് ഒരുപാട് ഇപ്പോൾ വിനീതേട്ടനാണെങ്കിലും ഒരുപാട് കേട്ടിട്ടുണ്ടാകും. ഒരുപാട് ലെജൻസിൻ്റെ നല്ല നല്ല ക്യാരക്ടേഴ്സ് എന്താ പറയുക, മെയിനായിട്ട് ഇവരാണ്. ലാലങ്കളും സുരേഷ് കുമാർ അങ്കിളാണ് ഇത് പറഞ്ഞത്. ആക്ച്വലി ഒരു ദിവസം ഇങ്ങനെ വിനീത് സ്വാമീസ് ലോഡ്ജപ്പം അങ്കിൾ ഇങ്ങനെ നമ്മുടെ സ്വാമീസ് ഭയങ്കര എക്സൈറ്റഡ് ആയി പറഞ്ഞു, എടാ അവിടെ ഒരു 9-ാമത്തെ റൂമുണ്ട്, അവിടെയാണ് ഞങ്ങളെല്ലാം പഴയ ആൾക്കാരെല്ലാം താമസിക്കണത്. അപ്പം അവിടെ അവർ അത് കേൾക്കുമ്പോൾ തന്നെ പഴയ കുറെ നിങ്ങൾ എന്ത് ഇതിന് മുമ്പ് എടുത്ത് ഇരിക്കാത്ത അല്ലെങ്കിൽ പറയാത്തെന്നുള്ള. അപ്പോൾ സ്ക്രിപ്റ്റ് കംപ്ലീറ്റ് ആയിരുന്നു. പ്രിയൻ സാറിനോട് പറഞ്ഞപ്പോൾ എനിക്ക് കുറേ ഇങ്ങനെ അന്നത്തെ കാലത്തെ കഥകളൊക്കെ ഇങ്ങനെ എൻ്റെ അടുത്ത് ഷെയർ ചെയ്തു. അതിൽ ചില സാധനങ്ങളൊക്കെ നമ്മൾ എടുത്തു, ഇനിയിപ്പോൾ ആൾക്കാർ കാണാനുണ്ടല്ലോ. ഓക്കെ. അപ്പോൾ നമുക്കിതിലെ ഹീറോയിൻസിലേക്ക് വരാം. നീത കല്യാണി, ഓഫ് കോഴ്സ് അത് പിന്നെ ടീമാണല്ലോ. എന്തുകൊണ്ടാണ് പ്രണവൻ കല്യാണി അത് ആ മൈൻഡിൽ കയറി ഒരു പേരാണോ? എപ്പോഴും അങ്ങനെ തന്നെ വരണം എന്ന് ചില കംഫർട്ട് സോൺ ഉണ്ടാവുമല്ലോ. അല്ല, ഈ സിനിമയിൽ എസ്പെഷ്യലി നമുക്ക് ഇപ്പം ഹൃദയത്തിൽ അവരെങ്ങനെയാണോ അതേപോലെയേ അല്ല ഇതിൽ അവരുടെ ഒരു ക്യാരക്ടറൈസേഷനും
കാര്യങ്ങളും ഒന്നും. ഓക്കെ. അപ്പോൾ ആ രീതിയിൽ അവതരിപ്പിക്കുമ്പോൾ ഇത് പുതിയതായിരിക്കും എന്ന് തോന്നി. പിന്നെ ഇതിന് ആരെ കാസ്റ്റ് ചെയ്യാമെന്ന് ചോദിച്ചപ്പോൾ എല്ലാവരും, ഇപ്പോൾ വിശാഖാണെങ്കിലും ദിവ്യയാണെങ്കിലും ബാക്കി നമ്മുടെ ആൾക്കാരൊക്കെ അമ്മു ആയിരിക്കും ഏറ്റവും ബെസ്റ്റ് എന്നുള്ളതാണ് നമുക്കൊരു ഓപ്ഷൻ കിട്ടിയത്. അമ്മു ആകുമ്പോൾ അത് അൺഎക്സ്പെക്റ്റഡ് ആയിരിക്കും, അങ്ങനെയൊക്കെയുള്ള ഒരു 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 ഇത് തോട്ടിൽ നിന്നാണ് അതിലേക്ക് വന്നത്. പിന്നെ നീതേനെ സജസ്റ്റ് ചെയ്യുന്നത് നമ്മുടെ ആർട്ട് ഡയറക്ടറാണ് ഫസ്റ്റ്, നിമേഷ് ഏട്ടൻ. ഇങ്ങനെ ആ ഒരു റോളിന് കറക്റ്റായിട്ട് നമുക്ക് 70s ഒരു ഹീറോയിനായിട്ടൊക്കെ കൺവിൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഒരു ലുക്കുള്ള, ആ ഒരു ലുക്കും നല്ല വൈഡ് ഐഡ് ആയിട്ടുള്ള ഒരാളെന്നൊക്കെ പറയുമ്പോൾ പുള്ളിയാണ് നീതേനെ സജസ്റ്റ് ചെയ്തത്. പിന്നെ ആലോചിച്ചപ്പോൾ കറക്റ്റാണ്, ഒരുപാട് പടങ്ങൾ ചെയ്തിട്ടില്ല, അങ്ങനെ ഒരുപാട് പടങ്ങൾ ചെയ്യാത്ത ഒരാളെ നമ്മൾ കാസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു ഫ്രഷ്നെസ് ഉണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് അപ്പോൾ അങ്ങനെയാണ് നീതയുടെ ഓപ്ഷനിലേക്ക് പോകുന്നത്. ആ ഒരു സോങ് ഇല്ലേ, മധുപകരു എന്നുള്ള സോങ്, അതിലാദ്യത്തെ ഇങ്ങനെ കറങ്ങി വന്നിട്ട് ഇങ്ങനെ ഒരു സീക്വൻസ് ഉണ്ടല്ലോ, അതിൽ ശരിക്കും ഞാൻ ആദ്യമായിട്ട് ആ പാട്ട് കാണുമ്പോൾ എൻ്റെ കണ്ണ് ഞാൻ ഇങ്ങനെ നോക്കിയത്, ദൈവമേ ഇത് എനിക്ക് മാത്രം തോന്നുകയാണോ അതോ ഭയങ്കരമായിട്ട് ലാൽ സാറിൻ്റെ അത് എന്താ ഞാൻ ചോദിക്കുന്നത്, അത് മനഃപൂർവ്വമായിട്ട് അങ്ങനെ ചെയ്തതാണോ അത് അറിയാതെ വന്ന ഒരു സംഭവമാണ്. ബിക്കോസ് ഈ 6-ാം തമ്പുരാനിലെ ഒരു സോങ് സീക്വൻസ് ഉണ്ട്, മറ്റേ മധുമൊഴിര, ആ ഒരു ഇതിൽ കുറച്ചൊക്കെ ആ ഒരു ബാക്ക് സ്റ്റോറി കാണിക്കുന്ന ടൈമിൽ ഈ ഒരു സാധനമുണ്ട്. അതുപോലെ ആ ചുറ്റിനും കുറേ സിംഗേഴ്സ് ഉണ്ട്, ബട്ട് ഇൻ ബിറ്റ്വീൻ ആ സിംഗേഴ്സ് അവിടെ നിന്ന് കുറച്ച് പേര് പോകുന്നു. ആ ഷോട്ട്സൊക്കെ എനിക്ക് ആ ഒരു സോങ്ങിൽ ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു. ഇത് ശരിക്കും അതങ്ങനെ എങ്ങനെയാണ് അതിലേക്ക്? അല്ല, ശരിക്കും ആള് പെർഫോം ചെയ്യുമ്പോൾ അങ്ങനെ ഒരു സാധനം വരുന്നുണ്ട്. മീശ പിരിക്കുന്നത് നമ്മൾ പറഞ്ഞിട്ട് പിരിച്ചതാണെങ്കിൽ നമുക്കങ്ങനെ തോന്നില്ല. അല്ല, പക്ഷെ മാനറിസംസ് എല്ലാം ആ സിമിലാരിറ്റി എന്ന് പറയുന്ന ഒന്ന് അപ്പുവിൻ്റെ ഫാദറാണല്ലോ, അപ്പോൾ നാച്ചുറലി ബോഡിയിൽ ആ സാധനം വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ അവൻ ചെയ്യുമ്പോൾ അങ്ങനെയാണ് എൻ്റെ റിസൾട്ട് വന്നത്. ഞാനിങ്ങനെ മുന്നത്തെ കുറേ വീഡിയോസ് ഇങ്ങനെ യൂട്യൂബിൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോയ സമയത്ത് അതിലിങ്ങനെ കണ്ടു ഒരു കമൻ്റാണ്, ധ്യാൻ ചേട്ടൻ പ്ലസ് വിനീതേട്ടൻ പ്ലസ് പ്രണവ്, ഇങ്ങനൊരു ഇൻ്റർവ്യൂ വന്നു കഴിഞ്ഞാൽ അത് പൊളിയായിരിക്കും, അത് നമുക്ക് പ്രതീക്ഷിക്കാവോ? ഒരിക്കലും ഒരു ചാൻസും ഇല്ല. അല്ല, ഈ ഇത്രയും പെട്ടെന്ന് രണ്ടുപേരും നടക്കും. അതെനിക്ക് മനസ്സിലായി. പുള്ളി ഒരിക്കലും അങ്ങനെ ഒരു ഇതിലേക്ക് വരുത്തതേ ഇല്ല. നമ്മൾ എന്തുകൊണ്ടാണെന്നുള്ളത് എന്തെങ്കിലും പുള്ളി അങ്ങനെ ഒരു റീസൺ പറഞ്ഞിട്ടുണ്ടോ? അല്ല, പ്രൈവറ്റ് ആയിട്ട് ഇരിക്കാൻ ഇഷ്ടപ്പെടുന്ന ആളാണ്. അവന് സിനിമയിൽ അഭിനയിക്കാൻ ഇഷ്ടമാണ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആളുകളുടെ മുമ്പിൽ വന്ന് നിൽക്കുക, ഒരു ലൈം ലൈറ്റിൻ്റെ ഒരു ഷെയ്ഡിൽ നിൽക്കുക എന്ന് പറയുന്നത് ചില ആൾക്കാർക്ക് താല്പര്യം ഉണ്ടാവില്ലല്ലോ. പുള്ളി ബേസിക്കലി ഭയങ്കര ഷൈ ആണ്, അങ്ങനെയാണോ? റിസർവ്ഡ് ആണ്. അവൻ്റെ ഒരു വേൾഡിൽ അവൻ്റെ സുഹൃത്തുക്കളും അവൻ്റെ യാത്രയും ഒക്കെ ആയിട്ട് അങ്ങനെ പോകുന്ന ഒരാളാണ്. ബഹളങ്ങൾ ഇഷ്ടമല്ലാത്ത ആളാണ്. ഓ, അത് ശരി. അതുകൊണ്ട് എനിക്ക് മനസ്സിലായിട്ടുള്ളത് അങ്ങനെയാണ്. ഓക്കെ. അപ്പം ഇത് നമ്മൾ 70s ഇങ്ങനെ കാലഘട്ടങ്ങൾ കഴിഞ്ഞ് വന്ന് പ്രസൻറ്റിലേക്ക് വരുന്ന സമയത്ത് നിവിനേട്ടൻ, ഇപ്പം നീരജ്, ബേസിൽ, അങ്ങനെ കുറേ ഒരു വമ്പൻ താരനിര തന്നെയുണ്ട് ഇതിൽ, അല്ലേ? ഇതെങ്ങനെ സംഭവിച്ചു എന്നുള്ളത് വളരെ നമ്മൾക്ക് ശരിക്കും ഈ എല്ലാവരും ബിസിയാണ്, അവരുടേതായിട്ടുള്ള വർക്ക്സിൽ എല്ലാവരും ബിസിയാണ്. പക്ഷേ ഇതെങ്ങനെ സംഭവിച്ചു? ഇപ്പോൾ ഒരു ക്വാറന്റൈൻ, ഇപ്പോൾ കൊറോണ ടൈമിലൊക്കെ ആണെങ്കിൽ നമുക്ക് പറയാം, പക്ഷേ ഈ ഒരു ടൈമിൽ, ഇത്രയും ബിസി ആയിട്ടുള്ള ഈ ഒരു ടൈമിൽ ഇത് സംഭവിച്ചു എന്ന് പറയുമ്പോൾ നമ്മൾ പ്രേക്ഷകർക്ക് ഒരേ സമയം അതിശയമാണ്, നമ്മൾ അത്രയും എക്സൈറ്റഡും ആയിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ചൊന്ന് പറയും. എല്ലാവരും സഹകരിച്ചു. അതാണ്, നമ്മൾ വിളിച്ചപ്പോൾ എല്ലാവരും ഓക്കെ പറഞ്ഞു. എല്ലാവർക്കും നമ്മൾ നേരത്തെ ഡേറ്റ്സ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും കറക്റ്റായിട്ട് ആ ഡേറ്റ്സിൽ അവൈലബിളായി. ചെറിയ ഡേറ്റിൻ്റെ പ്രശ്നങ്ങളുണ്ടായ സമയത്തും അവരുടെ മറ്റ് ഡയറക്ടേഴ്സ് നമ്മളെ ഹെൽപ്പ് ചെയ്തു. അങ്ങനെ ഒരുപാട് പേരുടെ ഹെൽപ്പ് ഉണ്ടെങ്കിൽ ഇത് നടക്കുള്ളൂ. ഇത്രയും പേര് ഒരുമിച്ച് വരുമ്പോഴേ അത് ഈ പടത്തിന് നടന്നു. എല്ലാ പടത്തിനും അത് ഇത്ര ഈസി ആയിട്ട് നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പല ആൾക്കാരും പല സിനിമകളും ചെയ്യുമ്പോൾ ഒരു ആർട്ടിസ്റ്റിന് പനി വരുമ്പോഴും അല്ലെങ്കിൽ എന്തെങ്കിലും അങ്ങനത്തെ ഒരു പ്രശ്നം വരുമ്പോൾ സ്കെഡ്യൂളായി, ഇപ്പോൾ ഇത് കണ്ടില്ല, രാജു ഒരു പടം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് കാല് പ്രശ്നമായിട്ട് ആ പടം മാസങ്ങളോളം നിന്നു. അപ്പോൾ വിലായത്ത് ബുദ്ധ. അപ്പോൾ അങ്ങനെയൊക്കെ
എപ്പോൾ വേണമെങ്കിലും സിനിമയിൽ സംഭവിക്കാവുന്ന കാര്യങ്ങളത്. പക്ഷെ ഇവിടെ ഒരു ബ്ലെസ്സിങ് ആയിരുന്നു. നമുക്കെന്തോ നമ്മുടെ ഒരു ദൈവാനുഗ്രഹമായിരിക്കും, നമുക്ക് അങ്ങനെയുള്ള യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല. നമ്മൾ സ്കെഡ്യൂൾ വിചാരിച്ച പോലെ തന്നെ നടന്നു, വിചാരിച്ചതിലും പെട്ടെന്ന് തീരുകയും ചെയ്തു. അപ്പം ഒരുപാട് എക്സ്പെക്റ്റേഷൻ എപ്പോഴും വിനീതേട്ടൻ അങ്ങനെ വെക്കുന്നത് എനിക്ക് കാണാറില്ല. ഭയങ്കര ഒരു ന്യൂട്രലാണ്. ഓക്കെ, അത് ആ ഒരു വൈബ്രേഷൻ മറ്റുള്ളവരിലേക്കുള്ള ഒരു എനർജി കൊടുക്കുന്നത്. നമ്മുടെ ഈ ഞാൻ ആ പാട്ടിനെ കുറിച്ച് തന്നെയാണ് വീണ്ടും വീണ്ടും ചോദിക്കുന്നത്. ബിക്കോസ് ആ പാട്ട് ഇങ്ങനെ കേട്ട് അതിൻ്റെ എന്താ പറയുക, കുറച്ച് നിങ്ങൾ ആ ഡയറക്റ്റ് ചെയ്യുന്ന ആ ഒരു പോർഷനും കൈൻഡ് ഓഫ് അതൊക്കെ നമ്മൾ കണ്ടു. അതിൻ്റെ ബാക്കിൽ വിനീതേട്ടൻ എങ്ങനെയാണ് പ്രണവിനെ മോട്ടിവേറ്റ് ചെയ്ത സീനൊക്കെ. അല്ല അങ്ങനെയല്ല, നമ്മൾ എല്ലാവരെയും അവിടെ അല്ല അതാ ഞാൻ ചോദിക്കാൻ, എങ്ങനെയാണ് അത്രയും എനർജി കീപ്പപ്പ് ചെയ്യാൻ പറ്റുന്നത്? അല്ല, ആ എനർജി നമ്മുടെ ഫുൾ ക്രൂവിനുണ്ട്. അപ്പോൾ ഷൂട്ട് ചെയ്യുമ്പോൾ എല്ലാവരും എൻജോയ് ചെയ്തിട്ടാണ് അത് ചെയ്യുന്നത്. ഞാൻ ഒറ്റയ്ക്കൊരു സംഭവം മാത്രമല്ല, എല്ലാവരും ആസ്വദിച്ചിട്ട് പാട്ട് പാടി തന്നെയാണ് സോങ് ഷൂട്ട് ചെയ്യുന്നത്, പാട്ട് പാടിക്കൊണ്ട് തന്നെയാണ് എല്ലാവരും. ആ ഒരു ഫുൾ ടീമിന് ആ വൈബ് ഉണ്ടാകുന്ന സമയത്ത് അത് ഈസി ആയിട്ട് അഭിനയിക്കുന്ന ആൾക്കാർക്ക് അത് കിട്ടും, ആ എനർജി കിട്ടും. പിന്നെ നമ്മൾ പുറകിൽ നിന്നിട്ട് നമ്മൾ തന്നെ ഇത് കാട്ടിക്കൂട്ടുമ്പോൾ ക്യാമറയുടെ മുമ്പിൽ ആർക്കും എന്തും ചെയ്യാൻ ഒരു മടി ഉണ്ടാവില്ല. കാരണം അവരെ ആരും ജഡ്ജ് ചെയ്യുന്നില്ലല്ലോ. അപ്പോൾ അവരെല്ലാവരും പെർഫോം ചെയ്ത് നമ്മൾ മിണ്ടാണ്ട് നോക്കിയിരിക്കുമ്പോൾ അവർക്ക് ആ ഒരു റിസർവേഷൻ ഉണ്ടാവില്ലേ. നമ്മളും ഡാൻസ് ചെയ്യുന്നു, നമ്മളും പാട്ട് പാടുന്നു, അവരും ഡാൻസ് ചെയ്യുന്നു. ഓ എന്താല്ലേ ഇങ്ങനെ, സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഒരു ഡയറക്ടർ നമ്മുടെ മുമ്പിൽ നിന്ന് എന്തിനും നിനക്ക് എന്താ നീ ചെയ്തോ എന്നുള്ള ഒരു ഫ്രീഡം തരുമ്പോൾ തീർച്ചയായിട്ടും ഒരു ആക്ടർ ആയാലും അവിടെയുള്ള എൻ്റെ ക്രൂ ആണെങ്കിലും അത് ചെയ്തു പോകും. അല്ല, നമ്മളെല്ലാവരും എൻജോയ് ചെയ്ത് അതങ്ങ് ചെയ്യുന്നേ. അതെ, അല്ല അത് അങ്ങനെയല്ല. വിനീതേട്ടൻ ആ ചെയ്യുന്നത് കാണുമ്പോൾ എല്ലാവരും എൻജോയ് ചെയ്യാണ്. അതാണ് അതിൻ്റെ സത്യത എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ വർഷങ്ങൾക്ക് ശേഷം വന്നിരിക്കുകയാണ്, ഇപ്പോൾ ഓഡിയൻസിലേക്ക് എത്തിയിട്ടുണ്ട്, പ്രേക്ഷകരെല്ലാവരും സ്വീകരിച്ചു. കാണാൻ ഇനി ഒരുപാട് പേര് ബാക്കിയുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് കുറച്ചും കൂടെ റിവീൽ അല്ലെങ്കിൽ എന്താണ് എന്നുള്ള ഒരു ഇതുണ്ടല്ലോ, അതിൽ കുറച്ച് സീനുകളെ കുറിച്ചൊക്കെയുള്ള കുറച്ച് കാര്യങ്ങൾ ഇപ്പോൾ പറഞ്ഞു. 9-ാം നമ്പർ റൂമിൽ പ്രിയൻ സാറിൻ്റെയും സുരേഷ് സാറിൻ്റെയൊക്കെ മെമ്മറീസ്, അത് ഏതാണ് പെർട്ടിക്കുലർ സീൻ എന്നൊക്കെ ഉള്ളതൊക്കെ കുറച്ച് പ്രേക്ഷകരോട് എല്ലാവരും ഒന്ന് കണ്ടിട്ട് നമുക്ക് വീണ്ടും ഒരു ഇൻ്റർവ്യൂവിൽ നമുക്ക് തീർച്ചയായിട്ടും ഷെയർ ചെയ്യാം അല്ലേ? അപ്പോൾ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്താലോ? തീർച്ചയായിട്ടും. അപ്പോൾ ഈ ഒരു വിഷു ദിനം നമുക്ക് ഒരുപാട് എന്താ പറയുക, മെമ്മറീസ് ഉണ്ടായി, ഒരുപാട് വിശേഷങ്ങൾ അറിയാൻ പറ്റി. പ്രേക്ഷകർ അത്രയും കാത്തിരുന്ന ഒരു സിനിമയാണ്. അപ്പോൾ ഈ വിഷു ദിനം ആകുമ്പോൾ തീർച്ചയായിട്ടും വിനീതേട്ടൻ്റെ ഒരു പാട്ട് വേണം. വേണം പ്ലീസ്, അങ്ങനെ പറയരുത് പ്ലീസ്, വേണം. 2 വരി മതി, 2 വരി എണ്ണി പാടിക്കും, ഒരു പ്രശ്നമില്ല. മധുപകരൂ നീ താരകേ, മനസ്സിലെ മോഹം നീയേ, നീ അധരങ്ങൾ ചേരുന്നേരം മായികലോകം പുൽകുന്നേ പുന്നാരെ, കൊതിച്ചിട്ടും വരാനെന്തേ വൈകിനി. മതി 2 പേർക്ക് പകരം ഞങ്ങൾക്കൊരു പൂവിന് ചോദിച്ചപ്പോൾ ഒരു പൂക്കാലം തന്നെ തന്നു. താങ്ക് യു സോ മച്ച് വിനീതേട്ടാ. താങ്ക് യു സോ മച്ച് വിശാഖേട്ടാ. ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ ഇന്ന് ഈ വിഷു ദിനത്തിൽ ഞങ്ങളോടൊപ്പം സ്പെൻഡ് ചെയ്യാൻ നിങ്ങളുടെ വിലപ്പെട്ട സമയം, കുറേ വിശേഷങ്ങൾ ഒക്കെ തന്നു. ഒരുപാട് നന്ദിയുണ്ട്. അപ്പം ഞങ്ങളുടെ ജനം ടി വിയുടെ പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത്? എല്ലാവരും വിഷു അടിച്ചു പൊളിച്ച് ആഘോഷിക്കുക. ഒരുപാട് പേര് സിനിമ കാണാൻ ഇനിയും ബാക്കിയുണ്ടാവും. എല്ലാവരും തിയേറ്ററിൽ പോയി കാണുക, ആഘോഷിക്കുക. അത്രയേ ഉള്ളൂ. അപ്പോൾ താങ്ക് യു സോ മച്ച്. താങ്ക് യു.